أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق. ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ഫലക്കിലെ വചനങ്ങളാണ്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പറയുക, പ്രഭാതത്തിൻ്റെ നാഥനെ ഞാൻ അഭയം പ്രാപിക്കുന്നു, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ദോഷങ്ങളിൽ നിന്ന്. ഫലക്ക് എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. ഫലക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥമായി ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എല്ലാ സൃഷ്ടികളും എന്നതാണ്. സൃഷ്ടി എന്ന വാക്കിന് ജനനം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. എങ്കിലും ഫലക്ക് എന്ന വാക്ക് സൂചിപ്പിക്കുന്ന സൃഷ്ടിപ്പ് എന്നത് ചെറിയ അവസ്ഥ മുതൽ ഉന്നതമായ അവസ്ഥ വരെ വിശാലമായി കിടക്കുന്നു. നമ്മോട് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അസ്തിത്വം എന്നത് നിസാരമായ എന്തോ ഒന്നല്ല. അവൻ നമ്മുടെ യജമാനനാണ്, നമ്മുടെ ഉടമസ്ഥനാണ്. ഒരു സൃഷ്ടിയെ ചെറിയ അവസ്ഥയിൽ നിന്നും വലിയ അവസ്ഥ വരെ കൊണ്ടുപോകാനും സംരക്ഷിക്കാനും കെൽപ്പുള്ള അസ്തിത്വമാണ്. ശേഷം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു മിൻ ശർരി മാ ഖലഖ്, അതായത് അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് അഭയം പ്രാപിക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ, ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ദോഷം സംഭവിക്കാം എന്നതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ചില സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ലതാണ്, അതുപോലെ ചിലത് മോശമാണ്. എന്നാൽ ഖുർആൻ പറയുന്നു ഇത് ശരിയല്ല. ഖുർആൻ പറയുന്നത് എന്തെന്നാൽ എല്ലാ വസ്തുവിലും നല്ലതുമുണ്ട്, അതുപോലെ മോശവുമുണ്ട്. ധനത്തിൽ നിന്ന് നന്മയും അതുപോലെ തിന്മയും വരാവുന്നതാണ്. ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ധനം നന്മയ്ക്ക് മാത്രം കാരണമായി തീർന്നു. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർ വളരെയേറെ ധനവാന്മാരായിരുന്നു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുയെക്കുറിച്ച് പറയപ്പെടുന്നത് എന്തെന്നാൽ, അദ്ദേഹം മരണപ്പെട്ടത് 2.5 കോടിയുടെ പ്രോപ്പർട്ടി വിട്ടുകൊണ്ടാണ് എന്നാണ്. ചില സഹാബാക്കൾ പറയുന്നത് ഇദ്ദേഹം അവരെക്കാൾ വലിയ ധനവാൻ ഒന്നും ആയിരുന്നില്ല എന്നാണ്. അതായത് അദ്ദേഹത്തെക്കാൾ വലിയ ധനികന്മാർ സഹാബാക്കളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവരുടെ എല്ലാം ധനം നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ടു എന്നതാണ്. ആയതിനാൽ എല്ലാ സൃഷ്ടികളുടെയും റബ്ബായ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. കാരണം അവൻ്റെ അനുവാദം കൂടാതെ ഒന്നും തന്നെ ഈ ഭൂമിയിൽ ചലിക്കുകയില്ല. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ലോകത്ത് ബുദ്ധിമുട്ടുകൾ സംജാതമാകുന്നത് 3 കാരണത്താലാണ്. ഒന്ന്, സൃഷ്ടിപ്പിലെ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ വന്ന പോരായ്മ. രണ്ടാമത്തേത് ഈ സൃഷ്ടിയുടെ ജീവിതാവസാനത്തിൽ വരുന്ന പ്രശ്നം. പിന്നാമത്തത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ തന്നെ വരുന്ന പ്രശ്നം. ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അത് സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. സൃഷ്ടിപ്പ് നന്നായില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് നാശം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുകയില്ല. ഉദാഹരണത്തിന്, ഒരു പേന ഉണ്ടാക്കിയത് നല്ലതായിട്ടല്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ അതുകൊണ്ട് എഴുതുവാൻ സാധിക്കുകയില്ല. അതുപോലെ ചൂടുള്ള കാലാവസ്ഥയിൽ ധരിക്കുവാനുള്ള വസ്ത്രം തണുപ്പ് കാലത്ത് ഉണ്ടാക്കുകയും നേരെ തിരിച്ച് സംഭവിക്കുകയുമാണെങ്കിൽ അവിടെ ആ വസ്ത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നില്ല. അതുപോലെ മാതാപിതാക്കളുടെ കുറവുകളും പോരായ്മകളും മക്കളിലും ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശൈത്താനിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ദുആ നമ്മളെ പഠിപ്പിച്ചത്. അവസാനത്തെ 3 സൂറത്തും ഖുൽ എന്ന വാക്കിലാണ് ആരംഭിക്കുന്നത്. ഇതിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് എന്തെന്നാൽ, ആദ്യം തൗഹീദിൻ്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനുശേഷം ഖുൽ അഥവാ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകരുടെ മുമ്പിലേക്കും ഈ സന്ദേശം എത്തിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇത് കേൾക്കുന്നവർ
മുന്നോട്ടും ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ ഉദ്ദേശം. അതുപോലെ ഈ വാക്കിന് മറ്റൊരു ഉദ്ദേശം എന്തെന്നാൽ നമ്മുടെ ഉള്ളിൽ ഈമാനികപരമായ വിപ്ലവം സംജാതമാക്കിക്കൊണ്ട് ലോകരെ ചലഞ്ച് ചെയ്തുകൊണ്ട് തൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷയിൽ നൽകിക്കൊണ്ട് അത് വിളംബരപ്പെടുത്തുക എന്നതുകൂടിയാണ്. വിളംബരം മാത്രമാവുകയും പ്രവർത്തനമില്ലാതാവുകയും ചെയ്യുമ്പോൾ അവിടെ അത് നിഷ്ഫലമായി പോകുന്നതാണ്. ഇത് കരസ്ഥമാക്കണമെങ്കിൽ എല്ലാ ബന്ധങ്ങളുടെയും അപ്പുറം അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നല്ല വസ്ത്രവും അതുപോലെ നല്ല ഭക്ഷണവും കഴിച്ചിരുന്നു. ചിലർ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവരോട് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഓരോ വസ്ത്രവും ധരിക്കുന്നത് അബ്ദുൽ ഖാദിർ നീ ഈ വസ്ത്രം ധരിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി മാത്രമാണ് എന്നാണ്. അള്ളാഹുവുമായിട്ട് ഇങ്ങനെയുള്ള സുദൃഢമായ ബന്ധം സ്ഥാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ഈ സൂറത്തിൻ്റെ ബാക്കി തഫ്സീർ തുടരുന്നതാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.